എല്ലാവർക്കും നമസ്കാരം. പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. സനാതന ധർമ്മത്തെക്കുറിച്ച് ഇതിനു മുൻപ് 2 പോസ്റ്റുകൾ ഞാൻ ഇട്ടു, 2 വീഡിയോകൾ. അത് തീരുന്നില്ല. ഓരോ വിഷയമെടുത്തിട്ടും സംസാരിക്കേണ്ടി വരും. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം സാത്വികമായിട്ട്, അതാണ് സനാതനധർമ്മം വിവക്ഷിക്കുന്നത്. ഒരാത്മാവ് ഒരു ശരീരമെടുത്ത് അവസാനിക്കുന്നത് വരെ ഉള്ള കാലഘട്ടത്തിൽ അവന് ചില ധർമ്മങ്ങളുണ്ട്. ആ ധർമ്മങ്ങൾ ചെയ്യുകയും വേണം, സന്തോഷത്തോടും സമാധാനത്തോടും കൂടി കഴിയുകയും വേണം. അപ്പോൾ എങ്ങനെയാണ് സന്തോഷവും സമാധാനവും ഉണ്ടാവുക? നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാവുന്ന 3 തരത്തിലാണ്. ആധി ആത്മികം, ആധി ഭൗതികം, ആധി ദൈവികം. ആധി ആത്മികം, ആധി എന്ന് പറഞ്ഞാൽ വ്യസനങ്ങൾ, ദുഃഖങ്ങൾ. അത് ആത്മികം, അവനവൻ നിമിത്തം ഉണ്ടാകുന്ന ദുഃഖങ്ങൾ. എന്ന് വെച്ചാൽ എൻ്റെ പിടിപ്പുകേട് കൊണ്ടോ വിവരക്കേട് കൊണ്ടോ ഞാൻ എന്തെങ്കിലും ചെയ്തു പോയി അത് എനിക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ അത് ആധി ആത്മികമാണ്. ഇപ്പോൾ ചെയ്യാൻ അറിയാത്ത തൊഴിൽ ചെയ്തുകൊണ്ട്, ഇപ്പം കച്ചവടം, എല്ലാവർക്കും കച്ചവടത്തിനുള്ള ഒരു താല്പര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാണുമ്പോൾ നല്ലതാണെന്ന് തോന്നും, പക്ഷെ അതിനുള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിന് ചില തന്ത്രങ്ങളൊക്കെ ഉണ്ട്. ആ തന്ത്രങ്ങൾ അറിയാത്തവൻ കച്ചവടം ചെയ്താൽ ധനനഷ്ടമാകും ഉണ്ടാകുക. ഇത് ആത്മിക ദുഃഖമാണ്. അതേപോലെ തന്നെ അറിയാൻ വയ്യാത്ത പല കാര്യങ്ങളും. ഇപ്പോൾ ഒരാൾ ബൈക്കിൽ പോകുന്ന സമയത്ത് മുന്നിലത്തെ ചക്രങ്ങൾ പൊക്കിപ്പിടിച്ചിങ്ങനെ ഷൈൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ശരി ഞാനും അങ്ങനെ നോക്കിക്കളയെന്ന് കരുതി തിരിച്ചു കഴിഞ്ഞാൽ അപകടത്തിൽ ചെന്ന് ചാടും. കാരണം അവൻ അതിനായിട്ട് പരിശീലിച്ച് കുറെ കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു 90-95% വരെ ദുഃഖങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ പിടിപ്പുകേട് കൊണ്ടാണ്, നമ്മൾ കാരണം തന്നെയാണ്. അതിനോടനുബന്ധിച്ചാണ് ശത്രു സംഹാര പൂജ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ക്ഷേത്രങ്ങളിൽ വഴിപാട്. ശത്രു സംഹാര പൂജ എന്ന് പറഞ്ഞ ശത്രു പുറമേയുള്ള ശത്രുവിനെ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളെ അപകടപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള ചിന്താധാരകൾ നമുക്കുണ്ട്. കാമം, ക്രോധം, മോഹം, മതം, മാത്സര്യം, ഇങ്ങനെ കുറെ എണ്ണമുണ്ട്. ഇതാണ് നമ്മുടെ ശത്രുക്കൾ. ഒന്ന് കിട്ടണമെന്ന് ആഗ്രഹിച്ച് അതിൻ്റെ പുറകെ പോകും, കിട്ടാതിരിക്കും വരുമ്പോൾ കോപം വരികയും അത് അക്രമത്തിലേക്ക് തിരിയുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ സാധാരണയായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയുള്ള ശത്രുക്കളെ ഇല്ലാതാക്കുവാനുള്ള ഒരു പദ്ധതിയാണ് ശത്രു സംഹാര പൂജ എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ ചോദിക്കും, അല്ല ഹൈന്ദവ സനാതന ധർമ്മപ്രകാരം ഞാൻ മാത്രമേ ഉള്ളൂ, എല്ലായിടത്തും ഭാസിക്കുന്നത് അതേ ചൈതന്യം തന്നെയാണ് അല്ലേ? അതെ. അപ്പൊ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ ഞാൻ ബ്രഹ്മമല്ലേ? അതെ. പിന്നെന്തിനാ നമ്മൾ പുറത്തൊന്നിനെ ആരാധിക്കുന്നത്? എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണിത്. എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുമ്പോൾ ഞാൻ എന്തിന് പുറത്തു പോയി പ്രാർത്ഥിക്കണം? ഇതൊക്കെ ചോദിക്കും. ഇങ്ങനെയുള്ള ആശയമുള്ള ആൾക്കാർ ചിലപ്പോൾ ചില കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കും. അംബേദ്കർ അല്ലെങ്കിൽ അതേമാതിരി നാരായണ ഗുരു ഉള്ള ആൾക്കാരൊക്കെ വേണ്ട അവർ പറഞ്ഞതാണ് എന്ന രീതിയിൽ അത് എഴുതിവിടും. സത്യത്തിൽ അവർ രണ്ടുപേരൊന്നും പറയില്ല. കാരണം എന്താണ്? അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മം തന്നെ, ശരിയാണ്. പക്ഷെ ഞാൻ ബന്ധിതനാണ്, ഈ ശരീരം എന്ന തടവറയ്ക്കുള്ളിൽ ബന്ധിതനാണ് അല്ലേ? ഇപ്പൊ കഷായം ജലമല്ലേ? ജലമാണ്, പക്ഷേ അതില് ശുദ്ധജലമല്ല, അത് കഷായമാണ്. അത് ശുദ്ധജലമാക്കണമെങ്കിൽ എന്ത് വേണം? കഷായം നമ്മൾ കുടിക്കാം, രോഗ നിവാരണത്തിന്, അത് വേറെ. അതല്ലാതെ ഇപ്പോൾ ഒരു ഗ്ലാസ്സിൽ മഷി കലക്കി വെച്ചിരിക്കുന്നു, ജലമല്ലേ? അത് ജലമാണ്. പക്ഷെ അതിന്റെ ഉണ്മ, ആ ജലത്തിന്റെ ഉണ്മ കിട്ടണമെങ്കിൽ എന്ത് വേണം? അത് കൊണ്ടുപോയിട്ട് ആറ്റിൽ ഒഴിച്ച് കളയണം. ആറ്റിൽ ഒഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ ആ മഷിയുടെ നിറം പോകും, അതുമായി ചേർന്നു. ഞങ്ങൾ പുകവലിക്കുമ്പോൾ അത് ആ
വായു തന്നെയാണ്. പക്ഷെ അത് പുറത്തേക്ക് വിട്ട് കുറേ കഴിഞ്ഞ് അത് ലയിച്ചു, അത് ശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ ശുദ്ധീകരിക്കണമെങ്കിൽ എന്ത് വേണം? പുറത്തുനിന്ന് ഒന്നിൻ്റെ സഹായം ആവശ്യമുണ്ട്. അഹം ബ്രഹ്മാസ്മി, സംഗതി ശരിയാ, ഞാൻ ബ്രഹ്മമാണ് ഈ ശരീരത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട്. പക്ഷേ ഈ ശരീരത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് ബന്ധനം അനുഭവിക്കുന്ന എനിക്ക് സഹായത്തിന് പുറമേയുള്ള പരമാത്മാവിന്റെ സഹായം അത്യാവശ്യമാണ്. ഏതുവരെ? ആ പരമാത്മാവിൽ ലയിക്കുന്നത് വരെ. അപ്പൊ എനിക്ക് ആ പരമാത്മാവിനെ വിളിച്ചേ പറ്റൂ. ഞാനും അത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ബന്ധനത്തിലാണ്, ശരീരമാകുന്ന ബന്ധനത്തിലാണ്. ആ ബന്ധനത്തിൽ നിന്നും മോചനം നേടണം. അതിന് ആ പരമാത്മാവിനെ വിളിക്കുക തന്നെ വേണം. അതിനാണ് പ്രാർത്ഥനാധികാര്യങ്ങൾ. അതിന് പല മാർഗങ്ങളുണ്ട്. അതിനാണ് ക്ഷേത്രസങ്കല്പം വന്നിട്ടുള്ളത്. ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട്, സംഗതിയൊക്കെ ശരിയാ. പക്ഷേ നമ്മുടെ മനസ്സിനെ ഏകീകരിക്കാനും കണ്ണുകൾ കൊണ്ട് കാണുവാനും ഒരു രൂപമുണ്ടെങ്കിൽ കുറച്ചുകൂടി അത് എളുപ്പമാണ് മനസ്സിലേക്ക് ആകർഷിക്കാൻ. അതുകൊണ്ടാണ് ഈ ദേവതകളുടെ രൂപത്തിൽ നമ്മൾ വെച്ച് ആരാധിക്കുന്നു. ഗീത പറയുന്നുണ്ട്, നീ ആരെ വേണമെങ്കിൽ ആരാധിച്ചോ, പക്ഷെ ഫലം തരുന്നത് ഞാൻ തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ ദേവതകൾ എന്ന് പറയുന്നത് സാക്ഷാൽ ഈശ്വരന്റെ ഓരോ ഗുണഗണങ്ങളെയും, നിർഗുണനാണെന്ന് പറയും, അത് ശരീരമില്ലാത്തത് കൊണ്ട്. പക്ഷേ ഓരോ സ്വഭാവ വിശേഷങ്ങളുണ്ട്. ആ സ്വഭാവ വിശേഷണത്തെയൊക്കെ ഒരു രൂപമായി ചിത്രീകരിച്ചുകൊണ്ടാണ് ദേവതകൾ. വിഘ്നങ്ങളെ തീർക്കുന്നവനാണ്, അതുകൊണ്ട് വിഘ്നേശ്വരൻ എന്ന് പറഞ്ഞു. ധനത്തിന്റെ അധിപനാണ്, അതുകൊണ്ട് അതിനെ ധനത്തിന്റെ അധിപ എന്ന അർത്ഥത്തിൽ ലക്ഷ്മി ദേവിയെ നമ്മൾ ആരാധിക്കുന്നു, ആ രൂപത്തിലൂടെ ആരാധിക്കുന്നു. വിദ്യയുടെ അധിപനാണ്, അതുകൊണ്ട് വിദ്യാലക്ഷ്മിയായിട്ട് ലക്ഷ്മിയിലൂടെ നമ്മൾ ആരാധിക്കുന്നു. ഇങ്ങനെ ഓരോ സ്വഭാവത്തെയും, ഗുണഗണങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പം ചോദിക്കും, നിർഗുണൻ എന്നല്ലേ പറയുന്നത്, പിന്നെ എവിടുന്ന ഗുണമെന്ന്? നിർഗുണ രൂപമില്ലാത്തതുകൊണ്ടായി നിർഗുണൻ എന്ന് പറയുന്നത്. പക്ഷേ ആ ഗുണസ്വഭാവം അവിടെ ഉണ്ട്, അതെവിടെയും പോയിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ ആ സ്വഭാവത്തെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയാത്തത് കൊണ്ട് ഒരു രൂപത്തിലൂടെ ദർശിക്കുക. നഗ്നനേത്രങ്ങൾ കൊണ്ട് എനിക്ക് കാണാൻ കഴിയാത്തത് മൂലം ഞാൻ കണ്ണട വയ്ക്കുന്നു, കണ്ണടയിലൂടെ നോക്കി കാണുന്നു. അത് തെറ്റാണ്. എനിക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് വായിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഡോക്ടറെ കണ്ടു, കണ്ണട തന്നു, കണ്ണട വെച്ച് വായിക്കുന്നു. അതെങ്ങനെ തെറ്റാകുന്നത്? കണ്ണട എന്ന മാധ്യമത്തിലൂടെ ഞാൻ കാണുന്നു. അതേപോലെ ഉൾക്കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല സാധാരണക്കാരന് ഈശ്വരനെ. അതുകൊണ്ട് ഒരു രൂപം വെച്ച് അതിലൂടെ കാണുന്നു. ഇത് തികച്ചും മനഃശാസ്ത്രപരമാണ്. അതുകൊണ്ട് തന്നെ അത് എതിർക്കപ്പെടേണ്ടതല്ല. പിന്നെ അവിടെ നടക്കുന്ന ഓരോ ആചാരങ്ങളും വഴിപാടുകളും ഇതൊക്കെ നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്താനും ഈശ്വര വിശ്വാസത്തിലേക്ക് അടുപ്പിക്കുവാനും സത്യസന്ധമായി നമുക്ക് ജീവിക്കുവാനുമുള്ള ഒരു പരിശീലനങ്ങളാണ് എല്ലാ വഴിപാടുകളും. പുഷ്പാഞ്ജലി കഴിക്കുന്നു, പുഷ്പം കൊണ്ടുള്ള അർച്ചന. ആരെ അർച്ചിക്കുന്നു? വിഗ്രഹത്തിൽ അർച്ചിക്കുന്നു. ആ വിഗ്രഹത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു എന്താണ്? അഹം, ഈശ്വരൻ. അത് തന്നെയല്ലേ ഞാനും? അതെ, ഞാൻ എൻ്റെ തന്നെ മറ്റൊരു രൂപത്തിനെ ഞാൻ എന്നിലൂടെ എന്ന് പറഞ്ഞാൽ പൂജാരിയാണോ അത് ചെയ്യുന്നത്? അർച്ചന ചെയ്യുന്നു. നക്ഷത്രം, ഏതെങ്കിലും ഒരു നക്ഷത്രം, അശ്വതി. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും അതിൻ്റെ ഗുണം എന്താണോ അത് ലഭിക്കും. അങ്ങനെ 27 നക്ഷത്രങ്ങളിലുമുള്ള ആൾക്കാർ ഓരോ ദിവസവും അവിടെ വഴിപാടുകൾ, എന്തെങ്കിലും വഴിപാടുകൾ നടത്തുകയാണെങ്കിൽ ഈ നാട്ടിലുള്ള ആ ക്ഷേത്രത്തിൻ്റെ പരിധിയിൽപ്പെട്ട സകല ആൾക്കാർക്കും ക്ഷേമകരമാണ്. ഇതാണ് ഒരു അവസ്ഥ. ഇതൊക്കെ മനസ്സിനെ ഉദ്ദീപിക്കുന്നതാണ്. പിന്നെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ, പൂജാദികൾ. ആ സമയത്ത് നമ്മൾ ഭക്തിപൂർവം ക്ഷേത്രത്തിൽ ചെന്ന് തൊഴുത് അതിൽ പങ്കെടുക്കുന്നു. ഇതൊക്കെ നമ്മുടെ മനസ്സിനെ ഭക്തിയിലേക്ക് നയിക്കുന്നു, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. പക്ഷെ ചോദ്യം ചെയ്യരുത്, അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കരുത്. നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടടോ, ശബരിമലയിൽ പോയാൽ കാണില്ലേ തത്വമസി, പിന്നെ എന്തിനാ നീ ഇവിടെ വന്ന് എന്ന് ചോദിക്കരുത്. തത്വമസി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നിന്റെ ഉള്ളിൽ ഞാനുണ്ട്, നീ അത് തന്നെയാണ് എന്ന് വെച്ച് അവിടെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം.
അതാ ഞാൻ പറഞ്ഞ മഷി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് ജലമല്ലേ? ആണ്. എന്തെങ്കിലും പരിശുദ്ധമായ ജലമാണോ? അല്ല. അത് പരിശുദ്ധിയിലേക്ക് വരണമെങ്കിൽ എന്ത് വേണം? അത് വല്ല ആറ്റിലും കൊണ്ട് ഒഴിക്കണം, അല്ലെങ്കിൽ അതിന് ഉപകാരം ചെയ്യണമെങ്കിൽ എഴുതി തീർക്കുക എന്നുള്ളത് അത് വേറെ. ആ കുപ്പി എന്ത് ചെയ്യണം? ആറ്റിൽ കൊണ്ട് തൂക്കണം. അത് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ ലയിച്ചത് ശുദ്ധീകരിക്കപ്പെട്ടു. അപ്പം മലിനപ്പെട്ട എന്തും അല്ലെങ്കിൽ ബന്ധനത്തിൽപ്പെട്ട എന്തും ആ ബന്ധനം ഖണ്ഡിച്ച് പുറത്തു പോകണമെങ്കിൽ എന്ത് വേണം? പരസഹായം വേണം, അല്ലേ? കുടത്തിലുളക്കിയ ഭൂതം, ഈ ഭൂതത്തിന് സർവ്വശക്തിയുണ്ട്, പക്ഷെ കുടത്തില. എന്ത് വേണം? ആ കുടം തുറന്നു കൊടുക്കണം ആരെങ്കിലും, എന്നാ പുറത്തു പോവത് എന്ന് പറഞ്ഞ പോലെ ഈ പഞ്ചഭൂതാത്മകമായ ശരീരത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഞാൻ. പക്ഷെ മരിക്കുന്നത് വരെ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് സുഖകരമായിട്ട് കർമ്മം ചെയ്തു പോകണം. അതിനെന്ത് വേണം? അങ്ങനെ കർമ്മം ചെയ്ത് വേണം അതിലേക്ക് ലയിക്കാൻ. അതിനെന്ത് വേണം? പരമാത്മാവിന്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. എന്തുകൊണ്ട്? പരമാത്മാവ് അതിശക്തനാണ്, അരൂപമാണ്, പ്രപഞ്ചം വ്യാപിച്ചിരിക്കുന്നതാണ്, എന്തു വേണമെങ്കിലും ചെയ്യാൻ കഴിയുന്നവനാണ്. അതേ ആത്മാവ് തന്നെയാണ് ഈ ശരീരത്തിനുള്ളിൽ ഉള്ളത് എങ്കിലും ഞാൻ ബന്ധനത്തിലാണ്. എനിക്ക് ശക്തിയെ കൊണ്ട് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല, കാരണം ഈ ശരീരമുള്ളത് കൊണ്ട്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് ശരീരമില്ലാത്തൊരവസ്ഥ എന്ന് വെച്ചാൽ പുനർജന്മമില്ലാത്ത അവസ്ഥ, ആ അവസ്ഥ ലക്ഷ്യമാക്കിക്കൊണ്ട് ആരാധനാദികൾ ചെയ്തുകൊണ്ട് ശരീരം എടുത്ത ജീവിതങ്ങളിൽ, ജന്മങ്ങളിൽ സത്യവും ധർമ്മവും ന്യായവും യുക്തിയും ശാസ്ത്രവും വനിച്ച് ജീവിച്ചുകൊണ്ട് മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുക. ഇതാണ് സനാതനധർമ്മത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ഇത് വീണ്ടും തുടരും. നന്ദി, നമസ്കാരം.